ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെ.കെ. സുമിത്ര ടീച്ചറും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മധുബാലയുടെ വിഷയം അവരെടുത്തിടുന്നത്. ജെ.കെ. ടീച്ചറോട് പറയുന്നുണ്ട്, അമ്മ ഇത്ര പാവമാവരുത്, അമ്മ ഇന്ന് അർച്ചനയെ കണ്ട് സംസാരിച്ചിരുന്നുവല്ലേ, എന്തിനാണ് ഞാനും മധുബാലയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിന് അമ്മ സമ്മതിച്ചത്? അമ്മയ്ക്കിപ്പോഴും മധുബാലയുടെ സ്വഭാവം മനസ്സിലായില്ലേ? പഴയതെല്ലാം അമ്മ മറന്നോ എന്ന് ജെ.കെ. അങ്ങനെ ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, നിന്റെ ഭാവി അതാണ് എനിക്ക് പ്രധാനം. അതിനുവേണ്ടി ഞാനൊരു ഒത്തുതീർപ്പിന് തയ്യാറായി. അർച്ചനയാണല്ലോ ഇടയിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നല്ലൊരു തീരുമാനം തന്നെ ഉണ്ടാവാം. വന്നതോടുകൂടി നിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലേ, അതുപോലെ മധുബാലയിലും ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാവാമല്ലോ. അവളുമായിട്ട് ഒന്നിച്ചു പോവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അതിന് തയ്യാറാവണം. അർച്ചനയാണ് ഇതിന് മുൻകൈയെടുക്കുന്നത്, അത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് എനിക്ക് തോന്നി. പഴയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, പക്ഷേ ഒരിക്കലും അതും വെച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കാൻ പാടില്ലല്ലോ. കാലം വായിക്കാത്ത ഏത് മുറിവുകളാണുള്ളത്. ഈ ഒത്തുതീർപ്പിൽ നിന്ന് നീ ഒരിക്കലും പിന്മാറരുതെന്ന് ടീച്ചർ അങ്ങനെ പറയാണ്. ജെ.കെ. പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് മധുബാലയെ നേരിട്ടറിയില്ല, എല്ലാം അറിയുന്ന അമ്മ തന്നെ ഇങ്ങനെ പറയണോ എന്ന് ജെ.കെ. ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ പറയരുത്. നാളെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിനക്കാരുണ്ട്? എന്തായാലും അർച്ചന പറയുന്നത് പോലെ ചെയ്യേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് ടീച്ചർ അങ്ങനെ പറയാണ്. ജെ.കെ. പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായിട്ടൊന്നിനും എതിര് നിൽക്കുന്നില്ല. ഞാൻ മാറിയാലും മധുബാല മാറുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. എങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ജെ.കെ. അങ്ങനെ സുമിത്ര ടീച്ചറോട് പറയാണ്. അച്ചു ആണെങ്കിൽ രാത്രി വളരെ വൈകിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. അർച്ചനയുടെ കാര്യം പറഞ്ഞ് അച്ചുവിനെ സോപ്പിടാനായി രുക്കുവാണെങ്കിൽ വേഗം തന്നെ അച്ചുവിന് പോയി ഒരു ചായ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ചായ കുടിച്ചുകൊണ്ട് അച്ചു അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രുക്കു പറയുന്നുണ്ട്, അച്ചു നീ നല്ല മൂഡിലാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചിയുടെ ഫ്യൂച്ചർ ലൈഫിനെ പറ്റി നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചേച്ചി നിങ്ങൾ ഓരോരുത്തരുടെയും ഭാവി ആലോചിക്കുകയും നിങ്ങളെ കരപറ്റിക്കുകയും ചെയ്തു. എന്നിട്ടെന്താണ് നിങ്ങൾ ആരും ചേച്ചിയുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ചേച്ചിക്കൊരു കല്യാണം ആലോചിച്ചൂടെ? എങ്കിൽ അമ്പാട്ട് വീട്ടിലെ എല്ലാവർക്കും നാണക്കേടാവും. ഞാൻ ഈ പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരും, എന്നാലും കുഴപ്പമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അർച്ചനേച്ചിയുടെ ഈ കാര്യങ്ങൾ അനിയന്മാരറിയണമല്ലോ. ചേച്ചിക്കോ രമ്യ ചേച്ചിക്കോ അവരുടെ ഭർത്താക്കന്മാരോട് ഈ കാര്യങ്ങളൊന്നും പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്നോടിത് പറയുന്നതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് പെട്ടെന്ന് ചേച്ചിയുടെ കാര്യത്തിൽ ബോധോദയം ഉണ്ടായതെന്ന് രുക്കു പറയുന്നുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ്ടല്ലോ. എനിക്കൊരു ചീത്തപ്പേരുണ്ടായാൽ അത് ചിന്നുവിന്റെ ഭാവിയല്ലേ ബാധിക്കുന്നത്? നിങ്ങൾ എന്തായാലും എല്ലാവരും കൂടി ചേർന്ന് ചേച്ചിയെ എത്രയും പെട്ടെന്ന് കെട്ടിക്കണം എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഒരു വിവാഹാലോചനയുമായി അങ്ങോട്ട് ചെന്നാൽ ചേച്ചി ഞങ്ങളെ ഓടിക്കും. കല്യാണത്തെ പറ്റിയൊന്നും ചേച്ചി ചിന്തിക്കുന്നില്ല, ചേച്ചിക്ക് അതിന് ആഗ്രഹവുമില്ല. ഞങ്ങളത് മനസ്സിലാക്കിയ കാര്യമാണെന്ന് അച്ചു പറയുമ്പോൾ രുക്കു പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ ചേച്ചിക്ക് പിന്നെ എന്താണ് താല്പര്യം? കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ ലിവിങ് റിലേഷൻഷിപ്പിൽ ജീവിക്കാനാണോ താല്പര്യം? നിന്റെ ചേച്ചിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ജെ.കെയുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നാണക്കേടാവും. ഉള്ളവർക്ക് നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അയാളുടെ ഭാര്യ ഇപ്പൊ തന്നെ നാട് നീളെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒന്നെന്താ ആങ്ങളമാര് കേൾക്കുന്നില്ലേ? ഒരു ദിവസം ചേച്ചിയെ ഇവിടെ നിന്ന് കാണാതായ കാര്യം പോലും ഇവിടെ ആരും മറന്നിട്ടില്ല. ഇല്ലെങ്കിൽ അച്ചു ചേച്ചിയെ നിലയ്ക്ക് നിർത്തണം, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കണം. ജെ.കെയുമായി ചേച്ചിയെ ചീത്തപ്പേര് പറയുന്നതിൽ നിന്നും തലയൂരാൻ നിന്റെ ചേച്ചിയെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കിയെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ദേഷ്യം വന്ന് അച്ചു രുക്കുവിന്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. രുക്കുവിന് ദേഷ്യം വന്ന് രുക്കു ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ആ ഞാൻ തല്ലി. നീ എന്റെ മനസ്സിൽ പലതും കുത്തിവെച്ച് ഞാൻ എന്റെ ചേച്ചിയെ സംശയിച്ചു. ഇതിലെനിക്ക് മനസ്സിലായി ചേച്ചിയും ജെ.കെയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. മനസ്സിലാക്കി എന്നെ നീ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണോ? അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. നീ എന്നോടൊന്നും ചേച്ചിയെ കുറിച്ച് പറഞ്ഞു വരണ്ട, ഞാനത് വിശ്വസിക്കില്ല. മേലാൽ എന്റെ ചേച്ചിയെ കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദം പറഞ്ഞേക്കരുത്. മാറിയെന്ന് പറഞ്ഞ് അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുകയാണ്. രുക്കുവിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് അച്ചു അവിടെ നിന്ന് പോവാനായി നിൽക്കുന്നത്. വീണ്ടും അച്ചു തിരിഞ്ഞുകൊണ്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോഴും എന്റെ ചേച്ചിയെ മറന്നു നിന്നാണ് നോക്കുന്നത്. ആദ്യം എന്റെ ചേച്ചിയെ നേരെ നിന്നൊന്ന് കാണ്, എന്നിട്ട് എന്റെ ചേച്ചിയെ മനസ്സിലാക്ക്. അപ്പോഴേ എന്റെ ചേച്ചിയെ നിനക്ക് അറിയാനായി കഴിയൂ, അപ്പോഴേ എന്റെ ചേച്ചിയുടെ മനസ്സ് കാണാനായി കഴിയൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അച്ചു അവിടെ നിന്നും പോവുകയാണ്. രുക്കുവാണെങ്കിൽ തല്ല് കിട്ടിയതിന്റെ ദേഷ്യത്തിൽ കയ്യെ കവളത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ചേച്ചിയുടെ വലിയ മനസ്സിന്റെ കള്ള
കള്ളത്തരം ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാമെടാ എന്ന് പറയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അർച്ചന മധുബാലയെ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറയാണ്. അങ്ങനെ മധുബാല നേരത്തെ എത്തി അർച്ചനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മധുബാലയോട് പോയി സംസാരിക്കുകയാണ്. കുറെ നേരമായോ വന്നിട്ട് എന്ന് ചോദിക്കുകയാണ്. മധുബാല അപ്പൊ പറയുന്നുണ്ട് ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അർച്ചന അങ്ങനെ ജെയ്ക്കയുടെയും മധുബാലയുടെയും വിഷയം സംസാരിക്കുകയാണ്. മധുബാലയ്ക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്കറിയാം, ഇതിലൊരു വാസ്തവമില്ലെന്ന് മധുബാലയ്ക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നതെന്ന് അർച്ചന പറയുമ്പോ മനസ്സിൽ അങ്ങനെ മധുബാല ചിന്തിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ടുള്ള നിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിടി ഇതൊരു മുൻകൂർ ജാമ്യമാണെന്ന് എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അർച്ചന വീണ്ടും പറയുന്നുണ്ട് എന്റെ ഓഫീസിൽ അന്ന് വന്ന് മധുബാല പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല, കാരണം അതിൽ സത്യമില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മധുബാലയുടെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും അന്ന് അതെല്ലാം അങ്ങനെ പറഞ്ഞതെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മധുബാല ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് മധുബാലയിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് ജെയ്ക്ക് എന്നെ കാണാൻ വന്നിരുന്നു. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയതിന് പഴയ കാരണങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം. എന്നിട്ട് ഇതുവരെ നിങ്ങൾ എന്താണ് നേടിയത്? ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ പാഴായി പോയതൊഴിച്ച് ദുഃഖവും നിരാശയും മാത്രമല്ലേ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയത്? എങ്കിലും നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചൂടെ? മധുബാലയ്ക്ക് അങ്ങനെ ചിന്തിച്ചൂടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ മധുബാല വീണ്ടും സംശയത്തോടെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇവള് ഒത്തുതീർപ്പിന് വേണ്ടി വന്നിരിക്കുകയാണല്ലോ, ഒത്തുതീർപ്പിന് വേണ്ടി വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയണം അങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട് ഞാനിങ്ങനെ അർച്ചന പറയുന്നത് ചിന്തിക്കുകയായിരുന്നു. പഴയ കാരണങ്ങൾ പറഞ്ഞാൽ അത് എവിടെയും എത്തില്ല. ജെയ്ക്ക് ഇതിന് തയ്യാറാവോ? ഒത്തുതീർപ്പലിന് ജെയ്ക്ക് തയ്യാറാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല എന്ന് മധുബാല ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് എനിക്ക് ഇതിന് തയ്യാറാവും, ഞാൻ അതിന് ഉറപ്പ് തരാം. വലയുമായിട്ട് ജെയ്ക്ക് ഒത്തുതീർപ്പിന് തയ്യാറാണ്. കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം, ആദ്യം മധുബാലയുടെ സ്റ്റാൻഡാണല്ലോ അറിയേണ്ടത്. അർച്ചന പറയുമ്പോ മധുബാല മനസ്സിൽ അങ്ങനെ തീരുമാനിക്കുകയാണ്. ജെയ്ക്കയുടെ വീട്ടിൽ ഞാൻ താമസിക്കാനെത്തിയാൽ മാത്രമേ ഇവളും ജെയ്ക്കയും തമ്മിലുള്ള ബന്ധത്തിൽ തടയിടാൻ കഴിയൂ. വീട്ടിൽ കയറി എനിക്കിപ്പോ താമസിക്കാൻ ഇവളുടെ സഹായം ആവശ്യമാണ് എന്നങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട് ഇന്നേ വരെ ഇങ്ങനെ ഒത്തുതീർപ്പ് സംഭാഷണത്തിൽ എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. അവളുടെ കാര്യത്തിൽ ഇടപെട്ടവരൊക്കെ ഞങ്ങൾ ഒത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ അർച്ചന എന്നെ അമ്പരപ്പിച്ചു കഴിഞ്ഞു. ജെയ്ക്ക് തയ്യാറാണെങ്കിൽ ഞാനും ഒത്തുതീർപ്പിന് തയ്യാറാണ്. ജെയ്ക്കയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം, അത് മാത്രമാണ് എന്റെ ഡിമാൻഡ്. മധുബാല പറയുമ്പോ അർച്ചന സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇക്കാര്യം ഞാൻ ജെയ്ക്കയോട് പറയാം, മധുബാല എന്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. അർച്ച അവിടെ ആവാമെന്ന് പറയുമ്പോ മധുബാല പറയുന്നുണ്ട് എപ്പോഴാ വരേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വന്നോളാം എന്ന് പറയുമ്പോ അർച്ചന താങ്ക് യു, എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ആ ഓട്ടോയിൽ കയറി അർച്ചന നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. പിന്നീട് മധുബാല അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അർച്ചനെ ഇത് നിന്റെ തന്ത്രമാണെന്ന് എനിക്കറിയാം, കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ, അർച്ചനെ ഉപയോഗിച്ച് തന്നെ ജെയ്ക്കയെ തകർക്കണം എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ജെയ്ക്കയുടെ ഫോണിലേക്ക് അർച്ചന വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ജെയ്ക്ക് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ജെയ്ക്ക് ഞെട്ടിക്കുന്ന കാര്യമാണ് അതെന്ന് പറയുമ്പോ ജെയ്ക്ക് അതെന്താണെന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് അതെന്താണെന്ന് ജെയ്ക്ക് ഒന്ന് ഗസ് ചെയ്യേ, എന്തായാലും മനസ്സിലാവുന്നുണ്ടോ? വലിയ സാഹിത്യകാരനല്ലേ ജെയ്ക്ക്, എന്നിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നില്ലേ? ബാല ഒടുവിൽ സമ്മതിച്ചു, ജെയ്ക്കയുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് മധുബാല എന്നോട് പറഞ്ഞു അങ്ങനെ അർച്ചന പറയുമ്പോ ജെയ്ക്ക് ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ വീണ്ടും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാനിതാ ഇപ്പൊ മധുബാലയെ കണ്ടിട്ട് വരികയാണ് എന്നങ്ങനെ അർച്ചന പറയുമ്പോ ജെയ്ക്ക് വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് മധുബാല സമ്മതിച്ചോ, അവൾ എന്തെങ്കിലും ഉപാധികൾ വെച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ടീച്ചറും വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് ജെയ്ക്കയോട് പറയുന്നുണ്ട് മധുബാല ഒരു ഉപാധിയും വെച്ചിട്ടില്ല, പൂർണ്ണ സമ്മതത്തോടെ ഒരു കീഴടങ്ങൽ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്ത് കണ്ടീഷൻ പറഞ്ഞാലും അതിനെല്ലാം മധുബാല തയ്യാറായിരിക്കും. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ജെയ്ക്കയോടൊപ്പം മധുബാലയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കണം മാത്രമാണ് അവരുടെ ഡിമാൻഡ്, വേറൊരു ഡിമാൻഡുമില്ല. അവൾ തമ്മിൽ ഒരുമിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി ഞാൻ ഉണ്ടാക്കി തരാം എന്ന് അർച്ചന പറയുമ്പോ ജെയ്ക്കെ പറയുന്നുണ്ട് ശരി, എപ്പോഴാണെന്ന് അറിയിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചന ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജെയ്ക്കയോട് ടീച്ചർ ചോദിക്കുന്നുണ്ട് അർച്ചന മധുബാലയെ നന്നാക്കി എടുത്തോ എന്ന്. ജെയ്ക്കെ ഇപ്പൊ പറയുന്നുണ്ട് ബാല നന്നായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. അച്ഛൻ ഇതെല്ലാം എങ്ങനെ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് ജെയ്ക്കെ പറയുമ്പോ ടീച്ചർ പറയുന്നുണ്ട് അർച്ചന ഈ വക്കീൽ പണി തുടങ്ങിയിട്ട് കുറെ ആയില്ലേ, കക്ഷികളെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവളെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അച്ഛൻ എന്തായാലും മധുബാലയുമായിട്ട് സംസാരിച്ചതിനു ശേഷമല്ലേ നിന്നെ വിളിച്ചത്, വർഷങ്ങൾക്ക് ശേഷം എന്റെ പ്രിയ ശിഷ്യയെ കണ്ടുമുട്ടിയത് അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അച്ഛനെ മിടിക്കാണ് മോനെ, അവൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അർച്ചനയ്ക്ക് നീയായിട്ട്
വെറുതെ ഒരു തലവേദന ഉണ്ടാക്കരുത്. തീർപ്പ് ചർച്ചയിലിരിക്കുമ്പോൾ നീ കുറച്ച് ക്ഷമ കാണിക്കണമെന്ന് ടീച്ചർ അങ്ങനെ പറയാണ്. പിന്നീട് ചർച്ചയ്ക്ക് വേണ്ടി മധുബാല അങ്ങനെ അർച്ചനയുടെ വക്കീൽ ഓഫീസിലേക്ക് വരികയാണ്. പുറത്ത് വെച്ച് വിജയ് ശങ്കർ അങ്ങനെ മധുബാലയെ കാണുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, മധുബാല എന്താണ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം? എന്റെ ഓഫീസിലെ ആരും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, സോറി വിജയ് ശങ്കർ, ഞാനിപ്പോ നിങ്ങളെ കാണാനായി വന്നതല്ല, ഞാൻ അർച്ചനയെ കാണാനായി വന്നതാണെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവളെ കാണുന്നത്? നിങ്ങളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്ന സ്ത്രീയാണ് അവൾ എന്ന് പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അങ്ങനെ അവൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ അത് കൈയോടെ പിഴുത് കളയണ്ടേ? ഞാനും ജേക്കിയുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച അവിടെ നടക്കാൻ പോവുകയാണ്. അർച്ചനയാണ് മീഡിയേറ്റർ, അവള് വിളിച്ച് കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് മധുബാല പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനാണോ അർച്ചന വിളിച്ചത്? എങ്കിൽ അതിലെന്തോ ഒരു ചതിയുണ്ട്. അർച്ചനയും ജേക്കിയും എന്തായാലും നിങ്ങളെ ചതിക്കും, അതാണ് അവളുടെ അജണ്ട എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അവളുടെ അജണ്ട എന്ത് തന്നെ ആയാലും അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ തീരുമാനിക്കുന്നത് പോലെ നടക്കൂ. അവരെന്ത് സ്വപ്നം കണ്ടാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം പാഴ്ക്കിനാവുകളായിരിക്കും. ഒത്തുതീർപ്പ് ചർച്ച എൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ചില കാര്യങ്ങളെല്ലാം എനിക്കും നടന്നു കിട്ടണം. ഞാൻ നടത്തിയെടുക്കുമെന്ന് പറഞ്ഞ് മധുബാല അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ മധുബാല പറഞ്ഞതൊന്നും മനസ്സിലാവാതെ സംശയത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അർച്ചനയും ദീപ്തിയുമാണെങ്കിൽ ജെക്കെയും മധുബാലയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മധുബാല അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന മധുബാലയെ കാണുന്നതും മധുബാല വരൂ ഇരിക്കുകയെന്ന് പറയാണ്. മധുബാല ചോദിക്കുന്നുണ്ട്, എവിടെ ജെക്കെ എന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഉടനെ വരുമെന്ന്. ദീപ്തി അപ്പൊ പറയാണ്, അർച്ചനെ നീയൊന്ന് എന്തായാലും ജെക്കെ വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ എടുത്ത് ജെക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചു കിട്ടുന്നില്ല. മധുബാല അപ്പൊ പറയുന്നുണ്ട്, എന്തേ ജെക്കെ വിളിച്ചു കിട്ടുന്നില്ലേ? അയാൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കാരണം സ്വബോധത്തോടെ അയാൾക്ക് എന്നോട് സംസാരിക്കാനായി കഴിയില്ല. ഇപ്പൊ വേണമെങ്കിൽ അയാൾ ഏതെങ്കിലും ബാറിലായിരിക്കും എന്ന് മധുബാല പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മധുബാല ചിന്തിക്കുന്ന പോലെ ഒരാളല്ല ജെക്കെ. ഇപ്പോൾ അവയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ജെക്കെക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മദ്യപാനം പുകവലിയൊക്കെ നിർത്തി ഇപ്പോൾ നല്ല ശീലങ്ങൾക്ക് ഉടമയാണ് ജെക്കെ എന്ന് അർച്ചന പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അർച്ചന വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറായി വന്നത്. അവളുടെ വാക്ക് വിശ്വസിച്ചു. ഞാൻ വിശ്വാസത്തിന് മാറ്റം വരരുത്. കുറച്ചു നേരം കൂടി ജെക്കെക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അയാൾ വന്നില്ലെങ്കിൽ ഞാൻ പോവും. പിന്നൊരു ഒത്തുതീർപ്പ് ചർച്ച നടത്തണമെങ്കിൽ ഞാൻ പറയുന്നിടത്ത് അയാൾ വരേണ്ടി വരും എന്ന് മധുബാല പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മധുബാല ടെൻഷൻ ആവണ്ട, ജെക്കെ ഉടനെ വരും. ജെക്കെ എനിക്ക് വാക്ക് തന്നതാണ്. വാക്ക് എന്തായാലും ജെക്കെ തെറ്റിക്കില്ലെന്ന് പറയുമ്പോൾ മധുബാല ചിന്തിക്കുന്നുണ്ട്, ഓ അത്രത്തോളം എത്തിയോ ഇവരുടെ റിലേഷൻ? രണ്ടാൾക്കും പരസ്പര വിശ്വാസമാണല്ലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ മനസ്സിലങ്ങനെ ടെൻഷനോടെ ചിന്തിക്കുന്നുണ്ട്, ഈ ജെക്കെ എന്നെ ചതിക്കുവോ, അയാള് വരാതിരിക്കുവോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ജെക്കെ ഓട്ടോറിക്ഷയിൽ വക്കീൽ ഓഫീസിലെത്തുകയാണ്. എന്നാൽ ജെക്കെ കാണാതാവുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഇനിയും ഞാൻ കാത്തിരിക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാനായി നിൽക്കുമ്പോഴേക്കും ജെക്കെ അർച്ചനയുടെ ഓഫീസിലെത്തുകയാണ്. പിന്നീട് അവരെല്ലാവരും ചർച്ചയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഓപ്പോസിറ്റായി ജെക്കും മധുബാലയും ഇരിക്കുന്നുണ്ട്. ജെക്കെ ആണെങ്കിൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനെ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അറിഞ്ഞാൽ കൊള്ളാം എനിക്ക് എന്നങ്ങനെ പറയുകയാണ്. മധുബാലയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് ജെക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.